എന്താണ് സബ്സീക്വൻസ് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഒരു സബ്സീക്വൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സീക്വൻസ് that can be derived from another sequence by deleting some or no elements without changing the order of remaining elements. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് x is equal to sequence xn be a sequence of real numbers and n1, n2, etc. nk. This is a strictly increasing sequence of natural numbers. Then we are defining another sequence x prime as xnk, where xn1, xn2, etc., xnk, etc. This is known as a subsequence of capital X. എന്ന് വെച്ചാൽ നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സിനെ നമ്മൾ സാധാരണ x1, x2, എക്സെട്ര, xn, എക്സെട്ര ഇങ്ങനെയാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഈ സീക്വൻസിലുള്ള ചില ആൾക്കാരെ, ഒരാളെയോ അല്ലെങ്കിൽ ഫൈനൈറ്റ്ലി മെനി ആൾക്കാരെയോ ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാരെയോ ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നല്ലാതെ ബാക്കിയുള്ളവരുടെ ഓർഡർ നമ്മൾ മാറ്റാൻ പാടില്ല. അതായത് ഇപ്പോൾ എനിക്കിവിടെ നിന്ന് x1 ഐ എം ടേക്കിംഗ് n1 ആസ് x1. അതുപോലെ ഇനി ഞാൻ x2 എടുക്കുന്നില്ല, അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് x5 ആണെന്ന് കരുതുക. x5 കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു x7 ആണ് എന്ന് കരുതുക. ദെൻ ഐ എം ടേക്കിംഗ് x99, x999 ഇങ്ങനെയാണ് ഞാൻ ഈ എലമെൻസിനെ എടുക്കുന്നതെന്ന് കരുതുക. സോ ദിസ് ഇസ് എ സബ് സീക്വൻസ്. അതായത് ഈ സീക്വൻസിൽ ഈ എലമെൻറ്റ്സ് ഏത് ഓർഡറിലാണോ അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷേ ഞാൻ ഇടയിൽ നിന്ന് ഒരുപാട് പേരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ x1ൻ്റെയും x5ൻ്റെയും ഇടയിൽ നിന്ന് നമ്മൾ x2, x3, x4 3 പേര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ദെൻ x5 കഴിഞ്ഞ് x6നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. x7 കഴിഞ്ഞാൽ പിന്നെ x98 വരെയുള്ള എല്ലാവരെയും ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ x99 എടുത്തിരിക്കുന്നത്. സോ ഇടയിൽ നിന്ന് ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാം, എത്ര പേരെ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ഓർഡർ മാറരുത്. ഇതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടുത്തെ ഇൻഡെക്സ് ശ്രദ്ധിക്കുക. 1, 5, 7, 99, 999 എക്സെട്ര. ദിസ് ഈസ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന n1, n2, എക്സെട്ര, nk എന്ന് പറയുന്നത്. സോ നമുക്കിനി സബ്സീക്വൻസുകൾക്ക് ചില എക്സാമ്പിൾസ് കാണാം. സപ്പോസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസ് 1/n ആണ് എന്ന് വിചാരിക്കുക. 1, 1/2, 1/3, 1/4 എക്സെട്ര. ഐ എം ടേക്കിംഗ് എക്സ് പ്രൈം ആസ് 1/2, 1/4, 1/6 എക്സെട്ര. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് x2, x4, x6 എക്സെട്ര. സോ ഞാൻ ഓഡ് പൊസിഷനിലുള്ള എല്ലാ ആൾക്കാരെയും ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈവൺ പൊസിഷൻ മാത്രം അവിടെ നിർത്തി. പക്ഷേ ഇതിൽ ഒരു ഓർഡറിലും ഞാൻ ചേഞ്ച് വരുത്തിയിട്ടില്ല. ഇടയിൽ നിന്ന് ഓഡ് പൊസിഷനിലുള്ളവരെ ഡിലീറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈവൺ പൊസിഷനിലുള്ള എല്ലാവരെയും ഡിലീറ്റ് ചെയ്ത് കളയാം, എന്നിട്ട് ഓഡ് പൊസിഷൻ മാത്രം നിർത്താം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് അനദർ സബ്സീക്വൻസ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ഇനിയിപ്പോൾ ആരെയും ഡിലീറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ സെറ്റിൻ്റെ കേസിൽ പറയും എ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതുപോലെ ഒരു സീക്വൻസ് അതിൻ്റെ തന്നെ സബ്സീക്വൻസ് ആണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി മറ്റൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇതേ സീക്വൻസിൻ്റെ തന്നെ സീക്വൻസ് 1/n തന്നെ മറ്റൊരു സബ് സീക്വൻസ് ആണ് 1/1 ഫാക്ടോറിയൽ, 1/2 ഫാക്ടോറിയൽ, 1/3 ഫാക്ടോറിയൽ എക്സെട്ര. അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/1 ഫാക്ടോറിയൽ ഇസ് 1 ഇറ്റ് സെൽഫ്. സോ ഐ ഹാവ് ടേക്കൺ x1. ദെൻ 1/2 ഫാക്ടോറിയൽ മീൻസ് 1/2. സോ ഐ ഹാവ് ടേക്കൺ x2. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൽ xn1 n1 എന്ന് പറയുന്നത് 1 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ n2 ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തന്നെയാണ്. n3 എന്താ നോക്കുക, 1/3 ഫാക്ടോറിയൽ മീൻസ് 1/6. സോ മൈ n3 ഈസ് 6. കാരണം 1/6 എന്ന് പറയുന്നത് ഒറിജിനൽ സീക്വൻസിൽ 6th പൊസിഷനിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സബ് സീക്വൻസിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. ഇനിയിപ്പോൾ സീക്വൻസ് എക്സ് ആയിട്ട് ഞാൻ സീക്വൻസ് n ആണ്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. അതിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് സീക്വൻസ് n². അപ്പോൾ ഇവിടെ ആരാണ് n1? n1 ഇസ്
ഫസ്റ്റ് എലമെൻറ്റ് ഈ സബ് സീക്വൻസിൽ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഒറിജിനൽ സീക്വൻസിലും ഫസ്റ്റ് എലമെൻറ്റ് തന്നെയാണ്. സോ ഹിയർ n1 ഇസ് 1. നൗ n2 ഒറിജിനൽ സീക്വൻസിൽ രണ്ടാമത്തെ എലമെൻറ്റ് 2² ആണ്. 2² മീൻസ് 4. ആ 4 ഒറിജിനൽ സീക്വൻസിൽ നാലാമത്തെ പൊസിഷനിലാണുള്ളത്. സോ ദിസ് ഇസ് 4. ദെൻ n3 3² 9. 9 എന്ന് പറയുന്നത് ഒറിജിനൽ സീക്വൻസിൽ 9th പൊസിഷനിലാണ്. സോ ഹിയർ n3 ഇസ് 9 ആൻഡ് സോ ഓൺ. ഇത് സബ് സീക്വൻസിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഇതുപോലെ നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ് സീക്വൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എം ടെയിൽ. എക്സ് എന്ന് പറയുന്നത് ലെറ്റ് എക്സ് ബി എനി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് എം ബി സം നാച്ചുറൽ നമ്പർ, ദെൻ എം ടെയിൽ ഓഫ് എക്സ് എം ഈസ് എ സബ് സീക്വൻസ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു സബ് സീക്വൻസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ എം ടെയിലും ഒരു സബ് സീക്വൻസ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഐ എം ടേക്കിംഗ് എക്സ് ആസ് സീക്വൻസ് സീക്വൻസ് n 1 2 3 4 എക്സെട്ര. എക്സ് പ്രൈം ആയിട്ട് ഞാൻ എടുക്കുകയാണ് 1 1 2 2 2 3 3 3 1 1 2 2 3 3 എക്സെട്ര. ഇതൊരു സബ് സീക്വൻസ് ആവും. ഇവിടെ n1 ഇസ് 1, n2 ഈസ് അഗെയിൻ 1, n3 ഈസ് 2, n4 is again 2, n5 is 3, then n6 എന്ന് പറയുന്നതും 3 തന്നെയാണ്. സോ ഇവിടെ നമുക്കൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന n1 എന്ന് പറയുന്നത് ഈ 1 ഒറിജിനൽ സീക്വൻസിൽ എത്രാമത്തെ പൊസിഷനിലാണ് അതിനെയാണ് ഞാൻ 1 എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇതേ 1 അല്ല ഞാനിവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. ദെൻ ഇവിടെ സെക്കൻഡ് പൊസിഷനിലുള്ളത് വീണ്ടും 1 തന്നെയാണ്. ആ 1 ഒറിജിനൽ സീക്വൻസിൽ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ്. സോ n2 ഈസ് ഓൾസോ 1. ഇങ്ങനെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇനി എക്സ് ഡബിൾ പ്രൈം മറ്റൊരു സീക്വൻസ് ഞാൻ എടുത്തിരിക്കുകയാണ് ഇവിടെ 3 2 5 4 എക്സെട്ര. അപ്പോൾ ഇവിടെ നോക്കുക, ഒറിജിനൽ സീക്വൻസിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. 3 ഒറിജിനൽ സീക്വൻസിലുണ്ട്, 2 ഒറിജിനൽ സീക്വൻസിലുണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. പക്ഷേ ഒറിജിനൽ സീക്വൻസിൽ ഇവരുടെ ഓർഡർ എങ്ങനെയാണോ ആ ഓർഡറിലല്ല ഇവിടെ എക്സ് ഡബിൾ പ്രൈമിലുള്ളത്. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് എ സബ് സീക്വൻസ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ദെൻ എക്സ് ട്രിപ്പിൾ പ്രൈം 0 1 0 2 0 3 എക്സെട്ര. ഇതാണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതുക. ഇതിൽ 0 എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇൻസർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് പൊസിഷനിലെല്ലാം ഞാനൊരു 0നെ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 0 നമ്മുടെ ഒറിജിനൽ സീക്വൻസിലുള്ള ഒരാളല്ല. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് എ സബ് സീക്വൻസ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഒരു തിയറാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇഫ് ദ സീക്വൻസ് x is equal to sequence xn of real numbers converges to a real number x, then any subsequence of capital X also converges to small x. ഒരു സീക്വൻസ് സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും എന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവെർജ് ചെയ്യും. നമുക്ക് പ്രൂഫ് നോക്കാം. നമ്മൾ അസ്യൂം ചെയ്യാണ് എക്സ് ഇസ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ. ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, അതിൻ്റെ ലിമിറ്റ് എക്സ് ആണ് എന്ന് നമ്മൾ എടുക്കണം. സോ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there is a natural number k is equal to k of epsilon such that absolute value of xn minus x less than epsilon for all n greater than or equal to k എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിതിൻ്റെ ഒരു സബ് സീക്വൻസ് എടുക്കാൻ പോവുകയാണ്. എക്സ് എന്ന് പറയുന്ന സ്മോൾ എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഈ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് എടുക്കാൻ പോവുകയാണ്. സബ് സീക്വൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേണം. അപ്പോൾ ആർബിട്രറി ആയിട്ട് ഞാനൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണ്. ഇത് നത്തിങ് ബട്ട് ഇൻഡെക്സ് ആണ്. നമ്മുടെ ഈ ഇൻഡെക്സുകളാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്.
n1, n3, n2, n3 എക്സെട്ര. ദെൻ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് എക്സ് എൻ കെ കൺവേർജസ് ടു ദ സെയിം എക്സ്. ഇവിടെ n1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. അതൊരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെ n1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എന്നുറപ്പാണ്. അടുത്തതായിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ് എൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ എൻ കെ പ്ലസ് 1 എന്ന് പറയുന്നത് എൻ കെയേക്കാളും സ്ട്രിക്ട്ലി വലുതായിരിക്കും. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസ് ഓഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ കെ കഴിഞ്ഞ് വരുന്ന ആ ഇൻക്രീസിങ് സീക്വൻസിൽ എൻ കെ കഴിഞ്ഞ് വരുന്നയാളാണ് എൻ കെ പ്ലസ് 1. അത് എൻ കെയേക്കാൾ എന്തായാലും വലുതായിരിക്കും. അങ്ങനെയാണ് നമ്മളത് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എൻ കെ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ കെ പ്ലസ് 1. ഓക്കെ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ കെ എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ കെ പ്ലസ് 1 എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സുമായിട്ടാണ്. ഇനി നമ്മുടെ അസംഷൻ പ്രകാരം എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. അപ്പോൾ ദിസ് എൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ എൻ കെ പ്ലസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് 1. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എൻ കെ പ്ലസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് 1. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കുക. n1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇഫ് എൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ദെൻ എൻ കെ പ്ലസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് 1. സോ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഫോർ ഓൾ കെ എലമെൻറ്റ് ഓഫ് എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഈ കെ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന കെ ഓഫ് എപ്സിലൺ ക്യാപിറ്റൽ കെയേക്കാളും വലുതാണ് എന്ന് കരുതുക. സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ കെ ഓഫ് എപ്സിലൺ. ഇപ്പോൾ സ്മോൾ കെയേക്കാളും വലുതാണ് എൻ കെ. സോ എൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ കെ ആൻഡ് സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലൺ എന്ന് പറയുമ്പോൾ എൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലൺ എന്ന് നമുക്ക് കിട്ടും. ദിസ് എൻ കെ, ഈ എൻ കെ എന്ന് പറയുന്നത് ദിസ് ഇസ് നത്തിങ് ബട്ട് എ നാച്ചുറൽ നമ്പർ. ഇപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലൺ ആയതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ലിമിറ്റ് ഓഫ് എക്സ് എൻ കെ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. സോ ഒരു സീക്വൻസ് എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അവിടേക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും കൺവേർജ് ചെയ്യുക എന്ന് നമുക്കിവിടെ കിട്ടി. ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു സബ് സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ സീക്വൻസ് അതേ പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യും എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. 1 2 1 2 1 2 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഞാൻ എടുത്തു. ഇതാണ് എൻ്റെ ക്യാപിറ്റൽ എക്സ്. ഇത് കൺവെർജ് ചെയ്യുമോ? ഇല്ല. കാരണം ഇത് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് കൺവെർജൻ്റ് അല്ല എന്ന്. ഇനി ഞാനിതിൻ്റെ ഒരു സബ് സീക്വൻസ് എടുക്കുകയാണ്. എക്സ് പ്രൈമായിട്ട് ഓഡ് പൊസിഷൻ മാത്രം ഞാൻ എടുക്കുന്നു. സോ ഐ ഹാവ് 1 1 1 1 1 എക്സെട്ര. ദിസ് കൺവേർജസ് ടു 1. അപ്പോൾ സബ് സീക്വൻസ് കൺവെർജൻ്റ് ആയി എന്ന് വെച്ച് ഒറിജിനൽ സീക്വൻസ് കൺവെർജൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. So converse of this result is not true in general. Okay. അപ്പോൾ ഒരു സബ് സീക്വൻസ് കൺവെർജൻ്റ് ആയതുകൊണ്ട് സീക്വൻസ് കൺവെർജൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു തിയറാണ്. ഇഫ് ദ sequence xn of real number, suppose this is a sequence of real numbers, then the following statements are equivalent. എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ, the sequence xn does not converge to small x. xn xയിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ പറയുകയാണ്, there exists some epsilon naught greater than 0 such that for any k element of n there exists nk greater than or equal to k and absolute value of xnk minus x is greater than or equal to epsilon naught.
മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ദർ എക്സിസ്റ്റ് സം എപ്സിലൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ സബ്സീക്വൻസ് എക്സ് പ്രൈം വിച്ച് ഇസ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ കെ ഓഫ് എക്സ് സച്ച് ദാറ്റ് ഈ സബ്സീക്വൻസിലുള്ള എല്ലാ ടേംസും സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി absolute value of x n k minus x is greater than or equal to epsilon naught for all k element of n. സബ്സീക്വൻസിലുള്ള എല്ലാവരും എക്സിൻ്റെ എപ്സിലൺ നോട്ട് നെയ്ബർഹുഡിന് പുറത്തായിരിക്കും എന്നാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഈക്വാലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവണം എന്നില്ല. പക്ഷേ പ്രൂഫ് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ദ സീക്വൻസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു സ്മോൾ എക്സ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഈക്വാലൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോണത് 1 implies 2, 2 implies 3 ആൻഡ് 3 implies 1 എന്നാണ് നമ്മൾ കാണിക്കാൻ പോണത്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഈക്വൽ. ഇതിലേതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ ബാക്കി 2 എണ്ണവും ശരിയാണ്. ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണവും തെറ്റുകയും ചെയ്യും. ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആദ്യം ഞാൻ 1 implies 2 എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. 1 implies 2 എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ 1 ശരിയാണെന്ന് അസ്യൂം ചെയ്യാണ്. സോ സീക്വൻസ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു സ്മോൾ എക്സ്. ഓക്കെ, എപ്പോഴാണ് സീക്വൻസ് എക്സ് എൻ കൺവെർജസ് ടു സ്മോൾ എക്സ് എന്ന് പറയാം? ഇത് കൺവെർജസ് ടു സ്മോൾ എക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഷുഡ് ബി സം നാച്ചുറൽ നമ്പർ ഡിപ്പെൻഡിങ് ഓൺ എപ്സിലൺ സച്ച് ദാറ്റ് absolute value of xn minus x is less than epsilon after the stage k. ഇതാണ് നമുക്ക് സീക്വൻസ് എക്സ് എൻ എക്സിലേക്ക് കൺവെർജ് ചെയ്യാനുള്ള കണ്ടീഷൻ. ഇവിടെ പറയുന്നത് കൺവെർജ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഏത് എപ്സിലൺ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കിട്ടണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനായിട്ട് എന്ത് വേണം? ശരിയാവണമെങ്കിൽ എല്ലാ എപ്സിലണിനും ഇനി പറയുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം ശരിയാവണം. എല്ലാ എപ്സിലണിനും ശരിയാവണം. അപ്പോൾ തെറ്റാനോ? ഒരു എപ്സിലണിന് തെറ്റിയാൽ മതി. സോ ഇവിടെ ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഫോർ സം എപ്സിലൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യം തെറ്റാണ്. ഇനി എന്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. there exist k element of n. there exist k element of n. ആ there exist ഏതോ ഒരു കേക്ക് ഞാൻ രണ്ടാമത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 2 പ്രാവശ്യം അണ്ടർലൈൻ വന്നിരിക്കുന്ന ഭാഗം ശരിയാണ്. ഏതോ ഒരു കേക്ക്. അത് തെറ്റണമെങ്കിലോ ഏത് കെ എടുത്താലും ഈ ഭാഗം ശരിയാവരുത്. ഏത് കെ എടുത്താലും ശരിയാവരുത്. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി നോക്കാം. ഫോർ സം എപ്സിലൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ കെ എലമെൻറ്റ് ഓഫ് എൻ. ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും നമ്മൾ അണ്ടർലൈൻ ചെയ്ത ഭാഗം ശരിയാവരുത്. ഇനി എന്താണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? absolute value of xn minus x less than epsilon for all n greater than or equal to k. കെയേക്കാളും വലിയ എല്ലാ എന്നിനും ഇത് ശരിയാവണം. ഇപ്പം ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്യുന്നത് കുറച്ചും കൂടി ബോൾഡാക്കി എന്ന് ചിന്തിക്കാം. കെയേക്കാളും വലിയ എല്ലാ എന്നിനും ഇത് ശരിയാവണം. അത് തെറ്റാൻ എന്ത് വേണം? കെയേക്കാളും വലിയ ഒരു എന്നിന് ഈ പറയുന്ന കാര്യം തെറ്റിയാൽ മതി. സോ ദർ എക്സിസ്റ്റ് സം എൻ കെ ഗ്രേറ്റർ ദാൻ കെ ഫോർ വിച്ച് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഭാഗം നോക്കുക. ഇത് തെറ്റണം. ഇത് തെറ്റുക എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എപ്സിലൺ ആവരുത്. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് ആവണം. So absolute value of xnk minus x is greater than or equal to
എപ്സിലൺ നോട്ട്. ഓക്കെ, നമ്മൾ ആകെ ചെയ്യുന്നത് സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ എടുക്കണു, അതിൻ്റെ നെഗേഷൻ എടുക്കണു. പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ നെഗേഷൻ പി എന്താണ്, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും ഇവിടെ പുതുതായിട്ട് ചെയ്തിട്ടില്ല. സോ ഒന്നും കൂടി പ്രൂഫ് നോക്കുക. ഇഫ് സീക്വൻസ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു സ്മോൾ എക്സ് ഫോർ സം എപ്സിലൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0, it is impossible to find a natural number k such that absolute value of xn minus x is less than epsilon naught for all n greater than or equal to k. ഈ പ്രോപ്പർട്ടി ശരിയാവുന്ന രീതിയിൽ ഒരു k കണ്ടുപിടിക്കാൻ പറ്റില്ല. That means for each k element of n, it is not true that absolute value of xn minus x is less than epsilon naught for all n greater than or equal to k. In other words, for each k element of n, there exists some nk greater than or equal to k, and absolute value of xnk minus x is greater than or equal to epsilon naught. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 2. So if statement 1 is true, then statement 2 is also true. Okay. So 1 implies 2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് 2 implies 3. ഇപ്പം എന്താണ് 2 പറയുന്നത്? There exists some epsilon naught greater than 0 such that for any k element of n, there exists nk greater than or equal to k, and absolute value of xnk minus x is greater than or equal to epsilon naught. ഏത് k എടുത്താലും അതിലും വലിയ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു nkക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടാവും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് 2ൽ പറയുന്നത്. സോ ഞാൻ ആദ്യം k 1 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ 1നേക്കാളും വലിയ ഒരു n1ന് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn1 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് എന്ന് കിട്ടും. നമ്മുടെ അസംഷൻ പ്രകാരം ഇതാണ് നമ്മുടെ അസംഷൻ. സോ ഇതിൽ കെയ്ക്ക് ഞാൻ 1 എന്ന് വാല്യൂ കൊടുത്തു. ഏത് കെ എടുത്താലും ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ k ഈക്വൽ ടു 1നും ശരിയാവണം. So I will get an n1 which is greater than 1 such that absolute value of xn1 minus x is greater than or equal to epsilon naught. അടുത്തതായിട്ട് ഞാൻ kക്ക് ഈ n1 n1 പ്ലസ് 1 എന്നുള്ള വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്രയ്ക്ക് വേണമെന്നില്ല. ഐ ക്യാൻ ടേക്ക് k ഈസ് ഈക്വൽ ടു n1 പ്ലസ് 1. k n1 പ്ലസ് 1. അപ്പോൾ ആ n1 പ്ലസ് 1നേക്കാളും വലിയ അല്ലെങ്കിൽ n1 പ്ലസ് 1, ഇവിടെ kൻ്റെ സ്ഥാനത്ത് n1 പ്ലസ് 1. സോ ഈ n1 പ്ലസ് 1നേക്കാളും വലിയ ഒരു നാച്ചുറൽ നമ്പറിന്, ഇപ്പോൾ n1 പ്ലസ് 1നേക്കാളും വലുതോ അല്ലെങ്കിൽ ഈക്വലോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ n1 ആണെന്ന് പറയാൻ പറ്റും. സോ ദർ എക്സിസ്റ്റ് സം n2 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ n1 സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn2 മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട്. ഇനി ഞാൻ k ആയിട്ട് n2 പ്ലസ് 1 എടുത്തു. ഇവിടെ kൻ്റെ സ്ഥാനത്ത് n2 പ്ലസ് 1. സോ n2 പ്ലസ് 1നേക്കാളും വലുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ n2 ആയിരിക്കും. ഏതോ ഒരു നാച്ചുറൽ നമ്പർ, ആ നാച്ചുറൽ നമ്പറിനെ ഞാൻ n3 എന്ന് പേര് വിളിക്കുന്നു. ആൻഡ് സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn3 മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട്. ആൻഡ് വി ക്യാൻ കണ്ടിന്യൂ ദിസ് പ്രോസസ്. അപ്പോൾ ഇവിടെ നോക്കുക, n1നേക്കാളും വലുതാണ് n2, അതിലും വലുതാണ് n3 ആൻഡ് സോ ഓൺ. സോ വി ആർ ഗെറ്റിംഗ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ആ നാച്ചുറൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള xnkകൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സബ് സീക്വൻസ്. ആൻഡ് ഈ സബ് സീക്വൻസിലുള്ള ഏത് nk എടുത്തു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xnk മൈനസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് ആയിരിക്കുകയും ചെയ്യും. സോ 2 implies 3 is clear. ഇനി നമുക്ക് കാണിക്കേണ്ടത് 3 implies 1 എന്നാണ്. വളരെ സിമ്പിളാണ് 3 implies 1 കാണിക്കാനായിട്ട്. 3ൽ നമ്മളോട് പറയുന്നത് ഇതാണ്: there exists some epsilon naught greater than 0 and a subsequent x prime of x such that absolute value of xnk minus x is greater than or equal to epsilon naught for all k element of n. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ജോമെട്രിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ് എന്ന് വിചാരിക്കുക. ഈ എക്സിൻ്റെ എപ്സിലൺ നോട്ട് നെയ്ബർഹുഡ്, അതായത്
എക്സ് മൈനസ് എപ്സിലൺ നോട്ട് എക്സ് പ്ലസ് എപ്സിലൺ നോട്ട്. ഇത് ഞാൻ എടുത്തിരിക്കുകയാണ് എക്സിൻ്റെ എപ്സിലൺ നോട്ട് നെയ്ബർഹുഡ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എക്സ് എൻ കെ മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട്. എക്സ് എൻ കെയും എക്സും തമ്മിലുള്ള അകലം എപ്സിലൺ നോട്ട് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. അതായത് എല്ലാ എക്സ് എൻ കെകളും എക്സിൽ നിന്ന് എപ്സിലൺ നോട്ടിൽ കൂടുതൽ അകലത്തിലാണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സബ്സീക്വൻസിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ എപ്സിലൺ നോട്ട് നെയ്ബർഹുഡിൻ്റെ പുറത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് എല്ലാ എക്സ് എന്നുകളും ഇതിൻ്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ദ ഗിവൺ സീക്വൻസ് കനോട്ട് കൺവേർജ് ടു സ്മോൾ എക്സ്. സോ വി ഗെറ്റ് 3 implies 1. സോ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഈക്വാലൻ്റ് ആണ് എന്നിവിടെ കിട്ടി. ഓക്കെ, വളരെ കെയർഫുള്ളായിട്ട് പ്രൂഫ് നോക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ലോജിക്കലി നമ്മൾ ആ ആർഗ്യുമെൻറ്റ്സ് എഴുതുന്നതെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ വീണ്ടും നമ്മൾ സബ്സീക്വൻസുകളുടെ കൂടുതൽ പ്രോപ്പർട്ടീസും